ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണവയില്ലാത്ത കണവത്തോരൻ, ഇതാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണേ. ഇനി നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത ഇടത്തരം 2 ഉരുളൻകിഴങ്ങും 1 സവാളയും ചെറുതായി കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കറിവേപ്പില, 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച് വഴറ്റുക. ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മതി. നമുക്കൊരു ജാറിൽ 4 കാശ്മീരി മുളക് ഇട്ട് പൊടിച്ചെടുക്കുക. ഇനി ഒരു ബൗളിൻ്റെ 1/4 ഭാഗത്തോളം വരുന്ന ചിരകിയ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 4 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. തോരൻ അരയ്ക്കുന്ന അതേ പരുവത്തിനാണ്. അരച്ചെടുത്ത കൂട്ട് പകുതി വെന്ത സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഈ അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നതുവരെ നന്നായി ചൂടാക്കി എടുക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം അരപ്പരച്ചെടുത്ത ജാറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിം ആക്കി 3 മിനിറ്റ് വേവിച്ചെടുക്കുക. ഉരുളൻകിഴങ്ങ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കണവയില്ലാത്ത കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കണവ കിട്ടിയില്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അതേ മണവും ടേസ്റ്റും അങ്ങനെ തന്നെയാണ് ഇതിനും. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കുക. കഴിച്ചു നോക്കുമ്പോഴേ അറിയാവൂ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴല്ലേ ഈ വീഡിയോ കുറേ പേരിൽ എത്തുകയുള്ളൂ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ കൂടി ചെയ്യണേ. ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ഈസി റെസിപ്പിയുമായി ഉടനെ എത്തുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.